ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് അഞ്ചേരി പുത്തൂർ വഴി ചോച്ചേരി കുന്നിലുള്ള കേരള പഴനിമല എന്നറിയപ്പെടുന്ന മുരുകൻ്റെ അമ്പലത്തിലേക്കാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അടിവാരത്തിലാണ് കേട്ടോ. പഴനിമല, കേരള പഴനിമലയുടെ അടിവാരത്താണ്. അതിൻ്റെ ഗണപതി കോവിലിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഗണപതി കോവിലിൽ നാളികേരം ഉടച്ചതിന് ശേഷം പടികൾ കയറി തുടങ്ങുക. ഇത് ഏകദേശം പഴനിമലയുടെ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ അത്ര ഇതൊക്കെ ഉണ്ട്. വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. തലമുട്ടടിക്കുന്നതും പാൽക്കാവടി എടുക്കുന്ന വഴിപാടുകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ സ്റ്റെപ്പുകൾ കയറിയിട്ട് നടക്കുമ്പോൾ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കാലൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതിന് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 239-38 അങ്ങോട്ടാണ് സ്റ്റെപ്പുകളിൽ ഉള്ളത്. ഇവിടെ 239-238 അങ്ങോട്ട് കാണും. നല്ല വ്യൂ പോയിന്റുകൾ കിട്ടും ഇവിടുന്ന്. നമ്മൾ കയറി കഴിയുമ്പോൾ പിടിക്കുമ്പോൾ കണ്ടില്ലേ, നല്ല വ്യൂ പോയിന്റ് കിട്ടും അടിവാരത്തേക്ക് നോക്കുമ്പോൾ. വ്യൂ പോയിന്റുകൾ നല്ല നല്ല പോയിന്റുകൾ കിട്ടും. വ്യൂ പോയിന്റ് അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആണല്ലേ, എന്താ ഭംഗി കാണാനായിട്ട്. അടിപൊളിയാണ്. മുകളിൽ നിന്ന് അടിയിലേക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലേ, അടിപൊളി, നല്ല ഭംഗി കാണാം. ഇവിടെ തലമുട്ടടിക്കുന്ന അതാണ് സ്ഥലമാണ് കേട്ടോ അത്. അവിടെ തലമുട്ടടിച്ചതിന് മടിക്കുന്നവർക്ക് തലമുട്ടടിക്കാം. ഞങ്ങൾ വന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കുണ്ട് കുറച്ച്. അമ്പലത്തിൽ കല്യാണമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. മുകളിലെത്തിയിട്ടുള്ള വ്യൂ ആണ് കേട്ടത്. മുകളിലേക്ക് എത്തി നമ്മളിപ്പോൾ. വലിയൊരാലും അമ്പലത്തിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്ന സമയമാണ് കേട്ടോ. ഇത് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. ഇതിന് വേറെ അപ്പുറത്തൂടെ വഴിയുണ്ട് വരാനൊക്കെ ആയിട്ട്. അപ്പുറത്ത് വഴി വന്നു കഴിഞ്ഞാൽ വണ്ടികളൊക്കെ അതിലിടാം. അമ്പലത്തിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ലേ, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം മറ്റേ ശില്പങ്ങളൊക്കെ ആയിട്ടുള്ള ശില്പത്തിൻ്റെ വർക്കുകളൊക്കെ ഉണ്ട്, നടക്കുന്നുണ്ട് അവിടെ. അത് കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടുന്ന് ഒരു കൊട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ നമുക്ക്. അവിടെ എന്തൊരു പരിപാടി ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. കൊടുക്കൊട്ടും പട്ടുമാതിരി തോന്നണത് കേൾക്കണത്. വലിയ ആല കേട്ടോ. പിന്നെ അത് നല്ല ആല. വർക്കുകൾ ഇനി നടന്നുകൊണ്ടിരിക്കുന്നേ, കഴിഞ്ഞിട്ടൊന്നുമില്ല വർക്കുകൾ അമ്പലത്തിൻ്റെ. ഇവിടുത്തെ ഉത്സവം എന്താ, പ്രതിഷ്ഠാ ദിനം, പൂയ മഹോത്സവം, കുംഭത്തിലെ പൂയത്തിനാണ് ഇവിടുത്തെ ഉത്സവം വരുന്നത്. അവിടെ കാണുന്ന ഭാഗം ഊട്ടുപുരയാണത്. അന്നദാനം ഒക്കെ ഉണ്ട് അവിടെ ഡെയിലി. ഈ വഴി കൂടെ അങ്ങോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് റോഡിൽ കൂടെ നമുക്ക് വണ്ടിയിൽ വരാം. വണ്ടി വരാനുള്ള സൗകര്യം ഉണ്ട് അവിടെ. അവിടെ ഊട്ടുപുരയിൽ കഞ്ഞിയുണ്ട്. ഡെയിലി കഞ്ഞിയാണ് കൊടുക്കണത് തോന്നുന്നുണ്ട്. ഇത് അമ്പലത്തിൻ്റെ സൈഡിലത്തെ വലം വയ്ക്കുന്ന ഭാഗമുണ്ട് കേട്ടോ. എന്താ വ്യൂ പോയിന്റ്, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അടിപൊളി സ്ഥലമാണ് പഴനിമല, കേരള പഴനിമല എന്നറിയപ്പെടുന്നത്. നിങ്ങൾ വന്ന് എന്തായാലും വരണം. കുട്ടികളുടെയൊക്കെ തലമുട്ടടിക്കുകയാണെങ്കിലൊക്കെ വരാട്ടോ. വല്ല വഴിപാടുകളൊക്കെ ഉണ്ടെങ്കിൽ പഴനിയിലത്തെ അത്ര അല്ലെങ്കിലും നമ്മൾ ഇവിടെ വന്നാലും
വഴിപാടുകൾ മുട്ടടിച്ചിട്ടുള്ള വഴിപാടുകളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് ആൾക്കാരെല്ലാവരും. അവിടെ പുള്ളുവമ്പാട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അവിടെ നാഗത്തിൻ്റെ പ്രതിഷ്ഠയുണ്ട് തോന്നുന്നുണ്ട് അവിടെ. പുള്ളുവമ്പാട്ട് തന്നെയാണ് കേട്ടത്. എന്തായാലും കുറേ നാളായി പുള്ളുവമ്പാട്ട് കേട്ടിട്ട്. കുറച്ച് നേരം അത് കേട്ടിരിക്കുക. നല്ല രസമുണ്ടല്ലേ ചേട്ടാ പുള്ളുവമ്പാട്ട് കേൾക്കാനായിട്ട്. അയ്യോ എന്ത് രസമാണ്. അതെ, നമുക്ക് പക്ഷെ പുള്ളുവമ്പാട്ട് കേൾക്കണം നല്ലതാട്ടെ ചേട്ടാ. നമ്മുടെ സന്താനങ്ങൾക്കൊക്കെ അത് നല്ലതാണ് പാട്ട് കേൾക്കുന്നത്. സർപ്പദോഷവും അകലാനായിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ ദോഷങ്ങളൊക്കെ മാറാനായിട്ട്, സ്കിന്നിലുള്ള ഇത് മാറാനൊക്കെ ആയിട്ട് നമ്മൾ സർപ്പപൂജ ചെയ്യണതും ഈ പുള്ളുവമ്പാട്ടിൽ പാട്ട് കേൾക്കണതും അത് നമ്മൾ വഴിപാട് ചെയ്യണതൊക്കെ നല്ലതാണ് കേട്ടോ ചേട്ടാ. കേൾക്കാൻ കിട്ടില്ലാത്തൊന്നുമില്ലേ, ഒക്കെ കാണാറില്ല. പിന്നെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവാൻ ഏറ്റവും പ്രധാന സർപ്പപൂജയാണ് കേട്ടാ. നല്ലതാണ് സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുന്നത്. എപ്പോഴും നമുക്ക് ഐശ്വര്യം ഉണ്ടാവും സർപ്പപ്രീതി വന്നു കഴിഞ്ഞാൽ. കണ്ടില്ലേ നാഗത്തിൻ്റെ പ്രതിഷ്ഠയുണ്ട് അവിടെ. നാഗങ്ങളുടെ ഇതെല്ലാം അമ്പലത്തിൻ്റെ സൈഡിൽ വലം വയ്ക്കണതാണ് കേട്ടോ. പണികൾ കഴിഞ്ഞിട്ടില്ല, പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇനി വർക്കുകൾ നടക്കുന്നുണ്ട് ഇവിടെ. കുറേ നാളുകളായി തുടങ്ങിയിട്ടുണ്ട് വർക്ക് തുടങ്ങിയിട്ട്. എന്തായാലും ഒരു പഴനിമലയിലേക്ക് വന്നിട്ടുള്ളൊരു പ്രതീതി അനുഭവപ്പെടും നിങ്ങൾക്ക്. അത് ശരിയല്ല ചേട്ടാ, നമ്മൾ പഴനിമല പോയ മാതിരി തന്നെ. മുകളിലാണ് മുരുകൻ ഇവിടെ ഇരിക്കണത്. ഇത്രയും സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലല്ലേ, മുകളിലേക്ക് വരുമ്പോൾ അവിടെ ഉടുക്കോട്ടുംപാട്ടുണ്ട് തോന്നുന്നുണ്ട്. ഉടുക്കോട്ടുംപാട്ട് നമ്മുടെ അയ്യപ്പസ്വാമിക്കാണല്ലോ പ്രധാനം. അതായത് അയ്യപ്പൻ്റെ പ്രതിഷ്ഠയുണ്ട് അവിടെ. ഇനി കുറച്ചു നേരം നമുക്ക് അയ്യപ്പൻ പാട്ട് കേൾക്കാം. എന്തായാലും നമ്മൾ നല്ല ദിവസം കേട്ടോ. ഒരു അയ്യപ്പൻ പാട്ടും പുള്ളുവൻ പാട്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റി സുഖമായിട്ട്.
നല്ല ദിവസം വന്നത്. അതെ, നവഞ്ഞി വഴിപാട് കൗണ്ടറിൻ്റെ അവിടെയൊക്കെയാണ് കേട്ടോ. കൗണ്ടറിൻ്റെ അവിടെ തിരക്കുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് തിരക്ക്. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽക്കുടാഭിഷേകം. ഈ ഉത്സവത്തിന് മെയിനായിട്ടുള്ളതാണ് വഴിപാടാണ് പാൽക്കുടാഭിഷേകം. അതായത് 1000 കുടം പാൽ ഒഴിക്കുക, ധാര ഒഴിക്കുക, അഭിഷേകം ചെയ്യുക. അത് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അത് സ്ത്രീകൾ വന്നിട്ട് 1000 കുടം പാൽ ധാര അഭിഷേകം ചെയ്യും. അതൊരു ഇതാണ് കുംഭമാസത്തിലെ പോയ നാളിൽ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചോച്ചേരിക്കുന്ന് മുരുകൻ സ്വാമിയുടെ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. പഴനിമല മുരുകൻ സ്വാമിയുടെ. പഴനിമലത്തിന് പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലല്ലോ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വന്ന് തൊഴാനൊക്കെ പറ്റിയ ഒരു ഏരിയ തൃശ്ശൂരല്ലേ. തമിഴ്നാട് എത്തണ്ട, പഴനിമലയിൽ എത്തണം. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മറ്റേ വഴി കൂടെ വന്നു കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാൻ എല്ലാത്തിനും സൗകര്യങ്ങളുണ്ട്. നല്ല വ്യൂ പോയിന്റ് കിട്ടും ഇവിടുന്ന്. നല്ല ഭംഗിയുണ്ട് കേട്ടാണ്. ശരിക്കും പഴനിമലയിൽ വന്നപ്പെട്ട ഒരു കൂട്ടുപുര. ഇവിടെ അന്ന് ഞങ്ങൾ വന്നപ്പോൾ കഞ്ഞിയുണ്ട് ഇവിടെ. അപ്പോൾ കഞ്ഞിയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ കേട്ടോ പഴനിമലയിലത്തെ കേരള പഴനിയിലെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും